Hello everyone, welcome to a new video. നമ്മൾ ഇംഗ്ലീഷ് സെൻറ്റൻസസ് മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിനെ പല പല പാർട്സ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ടാകും. ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതുവാണ്. ഷീല റെഡ് ലെറ്റേഴ്സ്. ഷീല കത്തുകൾ വായിച്ചു എന്നാണ് മീനിങ് വരുന്നത്. സോ ഷീല എന്നുള്ളത് ഒരു നാമമാണ് അല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ നൗൺ എന്നാണ് വിളിക്കുന്നത്. ഇനി റീഡ് അല്ലെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ടെൻസ് റെഡ് എന്നാണ് നമ്മൾ വായിക്കുക. റെഡ് എന്ന് വെച്ചാൽ ഒരു പ്രവൃത്തിയല്ലേ, ഒരു ചെയ്ത കാര്യം ആയതുകൊണ്ട് തന്നെ ഇത് വേർബ് എന്നാണ് നമ്മൾ വിളിക്കുക. ലെറ്റേഴ്സ്, അഗെയിൻ ലെറ്റേഴ്സ് എന്ന് പറയുമ്പം ഒരു നാമമാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ നൗൺ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസിന് പല പല പാർട്സ് ഉണ്ടാവും. നൗണ് വരാം, വേർബ് വരാം, പ്രൊനൗൺ വരാം, അഡ്ജക്റ്റീവ് വരാം, ആഡ്വേർബ്സ് വരാം. ഇങ്ങനെ പല പല പാർട്സ് ഉണ്ട്. അങ്ങനെ മൊത്തം നമുക്കുള്ളത് 9 പാർട്സ് ഓഫ് സ്പീച്ചാണ്. 9 പാർട്സ് ഓഫ് സ്പീച്ചാണ് നമുക്ക് ടോട്ടലി ഉള്ളത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നൗൺ, പ്രൊനൗൺ, വേർബ്, ആഡ്വേർബ്, അഡ്ജക്റ്റീവ്, പ്രപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ, ഡിറ്റർമിനേഴ്സ്, ഇതെല്ലാമാണ് നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ട് വരുന്നത്. സോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിലെ പ്രൊനൗണിനെ കുറിച്ചിട്ടാണ്. സോ എന്താണ് പ്രൊനൗൺ? നമ്മളിപ്പോൾ ഒരു സെന്റൻസ് എഴുതി, ഷീല ലെറ്റേഴ്സ് വായിച്ചു. ഇനി ഞാൻ പറയാണ്, ഷീല മടക്കി വെച്ചു, ഷീല പുറത്തു പോയി, ഷീല തിരിച്ചു വന്നു. ഇങ്ങനെ പറയുന്നതിനെക്കാട്ടിലും നല്ലതാണ് അവൾ എന്ന് യൂസ് ചെയ്യാൻ അല്ലേ. അപ്പോൾ ഒരു നാമം ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ്, ഈ നൗണിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പ്രൊനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്ത് പറയാം? ഷീല കത്തുകൾ വായിച്ചു, അവൾ അത് മടക്കി വെച്ചു, അവൾ വീട്ടിൽ നിന്ന് പോയി, അവൾ തിരിച്ചു വന്നു. ഇങ്ങനെ ഷീല എന്നുള്ള പേര് റിപ്പീറ്റ് ചെയ്ത് പറയാതിരിക്കാൻ ഞാൻ അവൾ എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് അവൾ എന്നുള്ളത് പ്രൊനൗൺ ആണ്. സോ ഇതാണ് പ്രൊനൗൺ. അപ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാം. നമ്മൾ പ്രൊനൗൺ നോക്കാൻ പോവാണ്. ഞാൻ എന്ന് പറയാൻ ഐ, ഞാൻ, ഐ. ഞാനൊരു വിദ്യാർത്ഥിയാണ്. എങ്ങനെ പറയാം? I am a student. ഞാനൊരു വിദ്യാർത്ഥിയാണ്. I am a student. ഞാൻ എന്ന് പറയാൻ നമ്മൾ ഐ ഉപയോഗിച്ചു. നീ എന്ന് പറയാനും നമുക്ക് ഇംഗ്ലീഷിൽ ഒരാളുള്ളെങ്കിലും നീ എന്ന് പറയാനും ബഹുമാനത്തോടെ നിങ്ങൾ എന്ന് പറയാനും ഒരുപാട് പേരെ നിങ്ങൾ എന്ന് പറയാനൊക്കെ ആയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് യു എന്ന് തന്നെയാണ് കേട്ടോ. യു. ഓക്കെ, യു ആർ ഗ്രേറ്റ്. നിങ്ങൾ മഹാനാണ് എന്ന് പറഞ്ഞു. ഇത് ഒരാളാണെങ്കിലും ഒരുപാട് പേരാണെങ്കിലും നമ്മൾ ഇംഗ്ലീഷിൽ യു തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അവൻ എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹി എന്നാണ്. ഹി, അവൻ. ക്ലിയർ ആണോ? ഹി ഇസ് സ്മാർട്ട്. അവൻ സ്മാർട്ടാണ്. കണ്ടോ? ഹി ഇസ് സ്മാർട്ട്. അവൻ സ്മാർട്ടാണ്. നെക്സ്റ്റ് വൺ ഇസ് അവൾ എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷീ. ഷീ, അവൾ. ഷീ റോട്ട് എ ലെറ്റർ. അവൾ ഒരു കത്തെഴുതി. അപ്പോൾ നമ്മളിവിടെ അവൾ എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്തേ? ഷീ എന്ന് യൂസ് ചെയ്തു. ഇനി അവർ എന്ന് പറയുമ്പം സ്പെല്ലിംഗ് മാറിപ്പോവരുത്. ദേ, അവർ. ഓക്കെ, ദേ, അവർ. ദേ ആർ ഫ്രണ്ട്സ്. അവർ കൂട്ടുകാരാണ്. ദേ ആർ ഫ്രണ്ട്സ്. അവർ കൂട്ടുകാരാണ്. ഇനി നമ്മൾ എന്ന് പറയാനും ഞങ്ങൾ എന്ന് പറയാനും ഇംഗ്ലീഷിൽ നമ്മൾ വി എന്നാണ് യൂസ് ചെയ്യുന്നത്. രണ്ടിനും നമ്മൾ വി എന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വി ആർ നെയ്ബേഴ്സ് എന്ന് വെച്ചാൽ ഞങ്ങൾ അയൽവാസികളാണ്. ഓക്കെ, നമ്മൾ അയൽവാസികളാണെന്ന് പറയാനും വി ആർ നൈബേഴ്സ് എന്ന് തന്നെയാണ് നമ്മൾ പറയുക. അത് സിറ്റുവേഷൻ എന്താണ്, ആ കോണ്ടെക്സ്റ്റിൽ എന്തായിരിക്കും മീനിങ് വരുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ മീനിങ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ
നമ്മൾ അകപ്പെട്ടിരിക്കുകയാണ്. വി ആർ ട്രാപ്ഡ്. ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം, ഐ എന്ന് പറയുമ്പോൾ നമ്മൾ ആം ആണ് യൂസ് ചെയ്യുന്നത്. യു ഒരാളുള്ളെങ്കിലും ഒരുപാട് പേരാണെങ്കിലും നമ്മൾ ആറാണ് യൂസ് ചെയ്യുന്നത്. ഹീ ഷീ ഒക്കെ വരുമ്പോൾ നമ്മൾ ഏസ് ആണ് യൂസ് ചെയ്യുന്നത്. അവർ, ഞങ്ങൾ, നമ്മൾ എന്നൊക്കെ പറയുമ്പോൾ ബഹുവചനം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ആറാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് ബാക്കി നോക്കാം. എനിക്ക്, എന്നെ, എന്നോട് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ മീ എന്നാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക്, എനിക്ക് തരൂ എങ്ങനെ പറയും നമ്മൾ? ഗിവ് മീ, എനിക്ക് തരൂ. ഓക്കെ, എനിക്ക് തരൂ, ഗിവ് മീ. എന്നെ വിളിക്കൂ, എന്നെ എന്ന് പറയാനോ? കോൾ മീ, എന്നെ വിളിക്കൂ, കോൾ മീ. എന്നോട് പറയൂ, എങ്ങനെ പറയും? ടെൽ മീ, എന്നോട് പറയൂ. കണ്ടോ, എനിക്ക്, എന്നെ, എന്നോട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മീ ആണ് ഉപയോഗിച്ചത്. ഒരു സെൻറ്റൻസിൽ ആദ്യം വരുമ്പോൾ നമ്മൾ ഐ എന്നാണ് ഉപയോഗിക്കുക. നേരെ മറിച്ച് ഒരു സെൻറ്റൻസിൻ്റെ അവസാനം വരുമ്പോൾ, ഒരു ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ മീ എന്ന് ഉപയോഗിക്കും. സെൻറ്റൻസിൻ്റെ ആദ്യം വരിക എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് വരിക എന്നാണ് അർത്ഥം. ഓക്കെ, ഒരു പ്രവൃത്തി ചെയ്തത് ആരാണോ അതാണ് സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് എഴുതുമ്പോൾ അത് ഐ ആയിരിക്കും. ഏറ്റവും അവസാനം വരിക എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ അത് മീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗിവ് മീ, എനിക്ക് തരൂ, കോൾ മീ, എന്നെ വിളിക്കൂ, ടെൽ മീ, എന്നോട് പറയൂ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ മീ യൂസ് ചെയ്തു. ഇനി നിന്നെ, നിന്നോട്, നിനക്ക്, അല്ലെങ്കിൽ നിങ്ങളെ, നിങ്ങളോട്, നിങ്ങൾക്ക് എന്നൊക്കെ പറയാൻ നമ്മൾ യു തന്നെയാണ് യൂസ് ചെയ്യുക കേട്ടോ. യു തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഐ ഗേവ് യു, ഞാൻ നിനക്ക് തന്നു. കണ്ടോ, നിനക്ക് തന്നു. ഐ ഗേവ് യു, ഞാൻ നിനക്ക് തന്നു. ഐ കോൾഡ് യു യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ നിന്നെ വിളിച്ചു. കണ്ടോ, ഐ കോൾഡ് യു, നിന്നെ. ഇവിടെ നിനക്ക് എന്നായിരുന്നു, ഇവിടെ നിന്നെ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ, ഐ ആസ്ഡ് യു, ഞാൻ നിന്നോട് ചോദിച്ചു. ഐ ആസ്ഡ് യു, ഞാൻ നിന്നോട് ചോദിച്ചു. അപ്പോൾ ഇവിടെ നിന്നെ, നിന്നോട്, നിനക്ക് എന്നൊക്കെ പറയാൻ നമ്മൾ യു തന്നെയാണ് ഉപയോഗിച്ചത്. നിങ്ങൾ എന്ന് വരുമ്പോഴും യു തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി അവനെ, അവന്, അവനോട് എന്നൊക്കെ പറയാൻ നമ്മൾ ഹിം എന്ന് യൂസ് ചെയ്യും. ഓക്കെ ആണോ? ടീച്ചർ സ്കോൾഡഡ് ഹിം. സ്കോൾഡ് എന്ന് വെച്ചാൽ വഴക്ക് പറയാന്നാണ്. വഴക്ക് പറഞ്ഞു. ഹിം, അവനെ. ടീച്ചർ അവനെ വഴക്ക് പറഞ്ഞു. ടീച്ചർ സ്കോൾഡഡ് ഹിം. ദ ടീച്ചർ സ്കോൾഡഡ് ഹിം എന്ന് വെച്ചാൽ ടീച്ചർ അവനെ വഴക്ക് പറഞ്ഞു. ഇനി അവന് എന്ന് പറയാനായിട്ട് നമ്മൾ ഹിം എന്നുള്ളത് യൂസ് ചെയ്യാം കേട്ടോ. ഗിവ് ഹിം സം പീസ്. അവന് കുറച്ച് സമാധാനം കൊടുക്ക്. അവന് കൊടുക്ക്. അവന് എന്ന് പറയാനും നമ്മൾ ഹിം എന്ന് തന്നെയാണ് യൂസ് ചെയ്തത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അവനോട്. ആസ്ക് ഹിം നോട്ട് ടു ഗോ. അവനോട് പോകരുതെന്ന് പറയൂ. അപ്പോൾ ഇവിടെ നമ്മളൊരു നിർദ്ദേശം പറയൂ എന്ന് പറയുമ്പോൾ നമുക്ക് ആസ്ക് എന്ന് ഉപയോഗിക്കാം. ചോദിക്കൂ എന്നുള്ള അർത്ഥമല്ലാതെ ആസ്ക് ഹിം നോട്ട് ടു ഗോ എന്ന് വെച്ചാൽ അവനോട് പോകരുതെന്ന് പറയൂ. അപ്പം അവനോട് എന്ന് പറയാനും നമ്മൾ ഹിം ഉപയോഗിച്ചു. ഇതുപോലെ തന്നെയാണ് ഈ സിറ്റുവേഷൻസിലൊക്കെ അവളെ, അവളോട്, അവൾക്ക് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഹർ എന്നാണ് ഉപയോഗിക്കുന്നത്. ഐ ആസ്ഡ് ഹർ. ഞാൻ അവളോട് ചോദിച്ചു. ഐ ടോൾഡ് ഹർ. ഞാൻ അവളോട് പറഞ്ഞു. ക്ലിയർ ആണോ? ഇനി ഐ മെറ്റ് ഹർ. ഞാൻ അവളെ മീറ്റ് ചെയ്തു. അവളെ കണ്ടുമുട്ടി. അവളെ എന്നും പറഞ്ഞു അല്ലേ? ഇനി അവൾക്ക്. ഐ ഗിഫ്റ്റഡ് ഹർ. ഞാൻ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. ഐ ഗിഫ്റ്റഡ് ഹർ എ റിംഗ്. ഞാൻ അവൾക്കൊരു മോതിരം ഗിഫ്റ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കൂ, ഞങ്ങളെ, ഞങ്ങളോട്, ഞങ്ങൾക്ക് എന്നൊക്കെ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അസ് എന്നാണ്. ഓക്കെ, ദേ ഇൻവൈറ്റഡ് അസ്.
അവർ ഞങ്ങളെ ക്ഷണിച്ചു. കണ്ടോ? They invited us. അവർ ഞങ്ങളെ ക്ഷണിച്ചു. They talked to us politely. അവർ ഞങ്ങളോട് വിനീതമായി സംസാരിച്ചു. ഓക്കെ, they talked to us politely. ഞങ്ങളോട്. They served us. അവർ ഞങ്ങൾക്ക് വിളമ്പി, ബിരിയാണി വിളമ്പി ഞങ്ങൾക്ക് എന്ന് പറയാനും നമ്മൾ അസ് എന്നുള്ളത് ഉപയോഗിച്ചു. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസിൽ നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. നമുക്ക് ബാക്കി പഠിക്കാം. ഇനി പൊസഷൻ പറയാൻ വേണ്ടിയിട്ട്, ആരുടേതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ യൂസ് ചെയ്യാം നോക്കാം. എൻ്റെ, നിൻ്റെ, അവൻ്റെ, അവളുടെ, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം എന്ന് നോക്കാം. സോ എൻ്റെ എന്ന് പറയാൻ മൈ. ഓക്കെ, ഇപ്പം ഞാൻ പറയാണ് ദിസ് ഇസ്, ഇതാകുന്നു മൈ ബാഗ്, ഇത് എൻ്റെ ബാഗ് ആകുന്നു. കണ്ടോ? ദിസ് ഇസ് മൈ ബാഗ്, എൻ്റെ. നിൻ്റെ എന്ന് പറയാൻ യുവർ, യുവർ. ഷീ ഇസ് യുവർ ഫ്രണ്ട്, അവൾ നിന്റെ സുഹൃത്താകുന്നു. യുവർ, നിന്റെ. അവൻ്റെ എന്ന് പറയാൻ ഹിസ്, അവൻ്റെ, ഹിസ്. ദിയ ഇസ് ഹിസ് സിസ്റ്റർ, ദിയ അവൻ്റെ സഹോദരിയാകുന്നു. അപ്പൊ അവൻ്റെ. ഇനി അവളുടേത് പറയാൻ ഹർ. ഓക്കെ, ദിസ് ഇസ് ഹർ പെൻ, ഇത് അവളുടെ പേനയാകുന്നു. ഇത് അവളുടെ പേനയാകുന്നു. ഇനി അവരുടെ എന്ന് പറയാൻ നമ്മൾ their എന്നാണ് യൂസ് ചെയ്യുന്നത്. their, അവരുടെ. their, അവരുടെ. their house is beautiful, അവരുടെ വീട് മനോഹരമാണ്. their house is beautiful. ഇനി ഞങ്ങളുടെ എന്ന് പറയാൻ അവർ എന്നാണ് പറയാ. അവർ, ഞങ്ങളുടെ, അവർ. ക്ലിയർ ആണോ? that is, അതാകുന്നു. our house, ഞങ്ങളുടെ വീട്. ഓക്കെ, ദാറ്റ്സ് our house, അത് ഞങ്ങളുടെ വീടാകുന്നു. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നമ്മൾ പഠിക്കുന്നത് എൻ്റെ എന്ന് പറയാൻ നമ്മൾ മൈ ആണ് യൂസ് ചെയ്യാന്ന് പഠിച്ചു. പക്ഷേ എൻ്റേത് എന്ന് പറയണമെങ്കിലോ നമ്മൾ മൈൻ എന്നാണ് യൂസ് ചെയ്യുക. എൻ്റേത്, മൈൻ. അപ്പോൾ ഈ ബാഗ് എൻ്റെ ആണ്, ദിസ് ഇസ് മൈ ബാഗ് എന്ന് പറയാം. പക്ഷേ ഈ ബാഗ് എൻ്റേതാണ് എന്നെങ്ങനെ പറയാം? ദിസ് ഇസ് മൈ ബാഗ് എന്ന് വെച്ചാൽ ഇത് എൻ്റെ ബാഗാണ്. ഈ ബാഗ് എൻ്റേതാണ് എങ്ങനെ പറയാം? ദിസ് ബാഗ് ഇസ് മൈൻ, ദിസ് ബാഗ് ഇസ് മൈൻ എന്ന് പറയാട്ടോ. ഈ ബാഗ് എൻ്റേതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, മൈ അല്ലെങ്കിൽ യുവർ, ഹിസ്, ഹെർ, ദെയർ, ആരൊക്കെ വരുമ്പോൾ നമ്മൾ ആ സാധനത്തിന് മുന്നേ ആണ് ചേർക്കുന്നത്. പക്ഷെ എൻ്റേത്, നിൻ്റേത്, അവൻ്റേത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ സെൻറ്റൻസിൽ അവസാനമായിട്ടാണ് ചേർക്കുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, ഷീ ഇസ് യുവർ ഫ്രണ്ട്, അവൾ നിന്റെ ഫ്രണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഫ്രണ്ട് നിന്റേതാണ് എങ്ങനെ പറയാം? ദിസ് ഫ്രണ്ട് ഇസ് യുവേഴ്സ്, നിന്റേത്, യുവേഴ്സ്. അവൻ്റേത് എന്ന് പറയാൻ ഹിസ് തന്നെയാണ് കേട്ടോ. ഈ പേന അവൻ്റേതാണ്. ദിസ് പെൻ ഇസ് ഹിസ്, അവൻ്റേത്. ഇനി അവളുടേത് എന്ന് പറയണെങ്കിലോ ഹേഴ്സ്, ദിസ് പെൻ ഇസ് ഹേഴ്സ്, അവളുടേത് ആണ്, ഹേഴ്സ് എന്ന് നമ്മൾ പറയാം. ഇനി അവരുടെ എന്ന് പറയണമെങ്കിൽ theirs ആണ് കേട്ടോ. ദിസ് ഹൗസ് ഇസ് theirs, ഈ വീട് അവരുടേതാണ്. അല്ലെങ്കിൽ ആ വീട് എന്ന് പറയണമെങ്കിൽ ദാറ്റ് ഹൗസ് എന്ന് പറയാം. ദാറ്റ് ഹൗസ് ഇസ് theirs, ആ വീട് അവരുടേതാണ്. ഇനി ദാറ്റ്സ് അവർ ഹൗസ്, അത് ഞങ്ങളുടെ വീടാണ്. ആ വീട് ഞങ്ങളുടേതാണ് എങ്ങനെ പറയാം? ദാറ്റ് ഹൗസ് ഇസ് ours. സോ ഞാൻ പറഞ്ഞത് എൻ്റെന്ന് പറയാൻ മൈ, അത് നമ്മൾ സാധനത്തിൻ്റെ മുന്നേ ആണ് ചേർക്കുക.
ദിസ് ഈസ് മൈ ബാഗ്, ഇത് എൻ്റെ ബാഗാണ്. പക്ഷെ എൻ്റേത് എന്ന് പറയുമ്പോൾ മൈൻ. ക്ലിയർ? അപ്പോൾ നമ്മൾ അത് സെൻറ്റൻസിൻ്റെ അവസാനമാണ് ചേർക്കുന്നത്. നിൻ്റെ യുവർ, നിൻ്റേത് യുവേഴ്സ്, അവൻ്റെ ഹിസ്, അവൻ്റേത്, അതും ഹിസ് തന്നെയാണ്. അവളുടെ ഹേഴ്സ്, പക്ഷെ സെൻറ്റൻസിൻ്റെ അവസാനം അവളുടേത് എന്ന് പറയാൻ ഹേഴ്സ് എന്ന് വരും. ഇത് ഹെർ, ഹേഴ്സ്. അവരുടെ ദേർ, അവരുടേത് ദേഴ്സ്. ഞങ്ങളുടെ ആർ, ഞങ്ങളുടേത് ആഴ്സ്. അപ്പം ഈ ഒരു രൂപത്തിലാണ് നമുക്ക് പൊസസീവ് പ്രൊനൗൺ എന്ന് പറയും. അവൻ്റെയാണ്, എൻ്റെയാണ്, നിൻ്റെയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ തന്നെ എന്ന് പറയാൻ നമ്മൾ മൈ സെൽഫ് എന്നാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ തന്നെ അത് ചെയ്തു, എങ്ങനെ പറയാം? ഐ മൈസെൽഫ് ഡിഡ് ദാറ്റ്. ഞാൻ തന്നെ, മൈസെൽഫ്. അവൻ തന്നെ, എങ്ങനെ പറയാം? ഹിംസെൽഫ്. ഹി ഹിംസെൽഫ് ഡ്രോവ്. അവൻ തന്നെ കാർ ഓടിച്ചു എന്ന് പറയണമെങ്കിൽ ഹി ഹിംസെൽഫ് ഡ്രോവ് ദ കാർ. ഡ്രൈവിൻ്റെ പാസ്റ്റ് ആണ് ഡ്രോവ് എന്നുള്ളത് കേട്ടോ. അവൾ തന്നെ, ഹേർസെൽഫ്. നീ തന്നെ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് സിംഗുലർ ആണെങ്കിൽ, ഒരാളുള്ളെങ്കിൽ നമ്മൾ യുവർ സെൽഫ് എന്നാണ് പറയുക. പക്ഷേ ഒന്നിൽ കൂടുതൽ ആളുകളോടാണ് നമ്മൾ പറയുന്നത്, പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഇതിനെ യുവർ സെൽഫ്സ് എന്ന് പറയും. യുവർ സെൽസ്, നിങ്ങൾ തന്നെ, യു യുവർ സെൽസ്. ഓക്കെ. അവർ തന്നെ എന്ന് പറയാൻ ദംസെൽസ്. ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് സെൽഫ് എന്നല്ല, സെൽസ്. ഞങ്ങൾ തന്നെ, അവർ സെൽസ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്നൊക്കെ പറയാൻ അവർ സെൽസ് എന്ന് പറയാം കേട്ടോ. ഷീ ഹെർസെൽഫ് മാനേജ്ഡ് എവ്രിതിങ്. അവൾ തന്നെ എല്ലാതും മാനേജ് ചെയ്തു എന്നാണ് മീനിങ് വരുന്നത്. ഷീ ഹെർസെൽഫ് മാനേജ്ഡ് എവ്രിതിങ്. കണ്ടോ? അപ്പോൾ ബാക്കി ഉപയോഗിച്ചിട്ട് നിങ്ങൾ സെൻറ്റൻസസ് താഴെ ടൈപ്പ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ വാച്ചിങ് മൈ വീഡിയോ.